ഹലോ, ആരപ്പത് വന്നിക്കണ്? എന്ത് സാമ്പാറോ? എന്തിനാ സാമ്പാർ ഉണ്ടാക്കണേ? ഡാൻസ് പ്രാക്ടീസിന് പോകണ്ടോ? ചോറ് കൊണ്ടോണോ? അതെ. അതിന് പച്ചക്കറിയൊക്കെ എവിടെ? നമുക്ക് പച്ചക്കറി പൊട്ടിക്കാം ആദ്യം അല്ലേ? ഒരു കത്തി ഒരു പാത്രം എടുത്തിട്ട് പോയാ പോവാ. പോവാ. നമുക്ക് ആദ്യം വഴുതനങ്ങ പൊട്ടിക്കാം അല്ലേ? വഴുതനങ്ങ ഇതായിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത് പോയിടാ. അതിന്റെ ഉള്ളിലുണ്ട്. ഇത് പൊട്ടിക്കല്ലേ? കാണിക്ക്. ഇത്രയും വഴുതനങ്ങ പോരാ? അതെ. ഇനി എന്താ വേണ്ട? ഇനി കറിവേപ്പില പൊട്ടിക്കാം. വാ. അത് ചെറിയ മരല്ലേ, നമുക്ക് വലിയ മരത്തുമൊന്നും പൊട്ടിക്കാം. പാത്രം എടുക്ക്. മതിയോ? ഒരു കൊമ്പും കൂടെ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി പൊട്ടിക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ടെറസിന്റെ മുകളിലേക്ക് പോവാം അല്ലേ? ഇനി നമുക്കേ തക്കാളി പൊട്ടിക്കല്ലേ? തക്കാളി ഇതുപോലെ അത് മതി. ഇനി വെണ്ടക്ക പൊട്ടിക്കാം. പച്ചമുളക് വേണ്ടേ? പച്ചമുളകേ 2-3 പോരെ? കൂടുതൽ എരിവായ ഇത് കഴിക്കുമോ? പച്ചമുളക് കൂടുതൽ എരിവായ ഇത് കഴിക്കുമോ? കുറച്ച് പോരെ? ഞാനത് 4-5. പാത്രം എവിടെ? ഇത്രയും മതി. ഇനി നമുക്ക് എന്ത് വേണം? മുരിങ്ങക്കായ് വേണ്ടേ? നേരെ താഴോട്ട് മതിയില്ലേ? ചെറുതും വലുതൊക്കെ കിട്ടുന്നുണ്ട്. ഈ പപ്പായ വേണോ? പപ്പായ വേണം.
കയ്യുമ്പം ഇതാവും. ഇനി നമുക്ക് ഇതെല്ലാം റെഡിയാക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ച പപ്പായ ഒരു കുറച്ച് ഭാഗം മത്തനും എടുത്തിട്ടുണ്ട്. മത്തം പൊട്ടിക്കുന്ന വീഡിയോ ഇന്നലെ എടുത്ത് പൊട്ടിച്ചതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പരിപ്പ് പൊന്തി വരുന്നത് ഒഴിവാക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കഴിച്ചെടുക്കാം. ആ സമയം പരിപ്പ് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് സാമ്പാർ പൊടി കൂടി ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ കായ ഇട്ടു. കായ ഇതുവരെ ഒന്ന് മുരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പച്ചരിയാണ് ചേർക്കുന്നത്. ഉണങ്ങല്ലേരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിലോട്ട് ഒരു 10 പീസ് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി. ഇനി അതിലോട്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നു. അതുകൂടി ഒരു മുരിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇനി അതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ സാമ്പാർ പൊടിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം അത് പൊടിച്ചെടുക്കും. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ബാക്കി ഇതിൽ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് നിർമ്മിക്കുന്നത്. ഇതിലേക്ക് ചൂടുണ്ടാകുമ്പോൾ ചൂടാറുന്നത് വരെയുള്ള സമയം കൊണ്ട് നന്നായിട്ടൊന്ന് നിർമ്മിക്കും. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് കുതിർത്താൻ വെക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ആദ്യമായത് ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു അടിയിൽ കുറച്ച് പരക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു സവാള, ഒരു മീഡിയം സവാളയാണ് കേട്ടോ. സവാള വലുതാക്കി കട്ട് ചെയ്ത് ചേർക്കും. ഇനി അതിലോട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് വെണ്ടക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണക്കിൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുത്തി വെച്ച പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിരുന്ന് ഉപയോഗിക്കാം. നമ്മൾ സാമ്പാർ ഒരു 5 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി 2 മീഡിയം തക്കാളി. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറി വരില്ല, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് കടുക് വറക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാൻ കേട്ടോ. കടുക് പൊട്ടിയിട്ട് അത് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറി ഏറ്റവും കൂടി ചേർക്കാം. കടുക് സാമ്പാറിലോട്ട് വെച്ചു. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് ഇതും അടച്ചു വെക്കാം. 10 സമയം നമ്മുടെ സാമ്പാറിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ തന്നെ നന്നായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൊടി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാർ പൊടി ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ സാമ്പാർ പൊടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.